ഇറ്റ് ഈസ് ക്രൂവൽ. വ്യക്തിപരമായ കാര്യങ്ങളും ഒരു ഡോക്ടറുടെ പ്രൊഫഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഡോണ്ട് മിക്സ് ഇറ്റ്. താങ്കൾ എന്താ ചെയ്യുന്നത്? മറ്റൊരു പേഷ്യന്റിനോടും ഇല്ലാത്ത താല്പര്യം തനിക്കെന്താ ഈ ചെക്കനോട്? ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ. ജന്മയുടെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത മകന് ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ചുമതലയും നമുക്കുള്ളതാണല്ലോ, അല്ലേ? സാർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. വിനുവിനെ വേഗം വീട്ടിലേക്ക് പറഞ്ഞു വിടണം. നോ, രോഗം മുഴുവനായി ഭേദപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസം വരാതെ ഒരു രോഗിയെ ഞാൻ പറഞ്ഞയക്കില്ല. കണ്ണടച്ചിരിട്ടാക്കാൻ ശ്രമിക്കരുത് സാർ. വിനു ഈസ് നോർമൽ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കണക്കിലെടുത്തെങ്കിലും സാറിനെ വിശ്വസിക്കണം. ഹീസ് ഓക്കെ. അപ്പോ എന്റെ ഒബ്സർവേഷൻസ് എല്ലാം തെറ്റാണെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? എന്നല്ല, സാവിത്രിയുടെ കാര്യവും വിനുവിന്റെ കാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നമുക്ക് സാവിത്രിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. No. Nobody can change your mind. പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞ വിനുവിനെ ഇനി ഒരു ഭ്രാന്തനായി അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. Better you may take leave and take rest for 2 or 3 weeks. സാർ, ഞാൻ വീണ്ടും പറയാണ്, സാർ ഇത്രയും ക്രൂരനാകാൻ പാടില്ല. വിനുവിനെ വിടണം. നോ, ഇവിടെ എന്റെ ആവശ്യങ്ങളാണ് വലുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വിലയുണ്ട്. വിനുവിനെ രക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ഇല്ല, അവൻ രക്ഷപ്പെട്ടാൽ എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെട്ടു എന്ന് വരും. അത് ഞാൻ അനുവദിക്കില്ല, അറ്റ് എനി കോസ്റ്റ്. പിന്നൊരു കാര്യം, എന്നെ അനുസരിക്കുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി. യു മേ ഗോ ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. ഐ വിൽ ഷോ യു. I will organize the whole mad people here. എല്ലാ ഭ്രാന്തം പറഞ്ഞ സംഘടിപ്പിക്കും. They are all my friends. അല്ല, ഇത് ആശുപത്രിയല്ല, ഭ്രാന്തം ചെയ്യില്ല. ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് പൂട്ടിയിട്ട് കൊല്ലാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ശരിയാണ്, അവനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ സാവിത്രി കുട്ടിയെ സ്നേഹിച്ചു പോയി. പക്ഷേ അതിന് ഇത്രയും വലിയൊരു ശിക്ഷ അവൻ കൊടുക്കാമെങ്കിൽ ആദ്യം അതിലും വലിയൊരു ശിക്ഷ സാവിത്രിക്ക് കിട്ടണം. നീയല്ലേ തുടക്കം വിട്ടത്? ഇല്ല കുട്ടി, ഞാൻ നിന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ വിനുവിനെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എന്റെ കയ്യും കാലും നാവും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ഉണ്ണിയെങ്കിൽ വിഷമിക്കണ്ട. അച്ഛൻ വിനുവിനെ ഇവിടുന്ന് വിട്ടാ പോരെ? ഞാൻ ഒന്നുകൂടി അച്ഛനോട് സംസാരിക്കാം. പ്രയോജനമില്ല. അയാളുടെ മനസ്സ് മുഴുവൻ പകയാണ്. പകയുള്ള മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. എനിക്കതിന് സാധിക്കും അങ്കിൾ. ഹരിയേട്ടനെ വിവാഹം ചെയ്തോളാന്ന് ഞാൻ സമ്മതിച്ചാ മതി. ഞാൻ അതിന് തയ്യാറാണ്. ഉണ്ണിയെങ്കിൽ എനിക്ക് വിധിച്ച ശിക്ഷ അതായിക്കോട്ടെ. വേണ്ട സാവിത്രി കുട്ടി, അരുത്. നീ അതിന് സമ്മതിച്ചാൽ ഒരുപക്ഷെ ഇതിന്റെ വാതിൽ തുറന്നു വരും. പക്ഷെ പുറത്തു വരുന്നത് വിനുവായിരിക്കില്ല, പഴയ ഭ്രാന്തനായിരിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അങ്കിൾ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് വന്നാലും ഇന്ന് രാത്രി ഞാൻ അവനെ തുറന്നുവിടും. അവൻ എവിടേക്കെങ്കിലും പൊക്കോട്ടെ. പക്ഷേ നിന്ന് പോകുന്നത് ഒറ്റയ്ക്കാവില്ല. തീരുമാനിക്കേണ്ടത് സാവിത്രി കുട്ടിയാണ്. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, എവിടെ പോയാലും എന്റെ വിനുവിനും സാവിത്രി കുട്ടിക്കും നല്ലതേ വരൂ. എല്ലാ തീരുമാനങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകണമല്ലോ. ഇപ്പോ നിന്റെ അവസാനത്തെ തീരുമാനം എന്തെന്നറിയാനാ ഞാൻ വന്നിരിക്കുന്നത്. നീ എന്നെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ആരുടെ മുന്നിലും തോൽക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവനാണ് ഞാൻ. ജയിക്കാൻ വേണ്ടി ഒരല്പം ക്രൂരത കാണിക്കാനും ഞാൻ മടിക്കില്ല. എന്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നീ സ്വയം സാവിത്രിയോട് നിന്നെ മറക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ ഈ സെല്ലിനകത്ത് കഴിയുക. നിങ്ങളുടെ 2 വഴികളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ഒരസുഖമില്ലാത്ത എന്നെ എത്ര കാലം ഒരു ഭ്രാന്തനെ സ്റ്റാമ്പ് കുത്തി നിങ്ങൾ ഈ മുറി പൂട്ടിയിടും? ഒന്നുകിൽ നിന്റെ അവസാനം വരെ, ഇല്ലെങ്കിൽ എന്റെ അവസാനം വരെ. അതിനു മുമ്പ് നിന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ഒരു പട്ടിക്കും കഴിയില്ലടാ. Nobody can save you.
kill you. I will kill this bastard.